ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് കുറച്ചധികം ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമുക്ക് എക്സാം വരികയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് അത് കഴിഞ്ഞുള്ള ആഴ്ചകളിലായിട്ട് നമുക്ക് എക്സാമും ഉണ്ടാകും. അപ്പോൾ അടുത്ത ആഴ്ചയും അതിൻ്റെ നെക്സ്റ്റ് വീക്കൊക്കെ നമുക്ക് ഇതിനുള്ള ഒരു പ്രാക്ടീസ് നടത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റേഴ്സൊക്കെ റിവിഷൻ ഈ ക്ലാസ്സോടുകൂടി എടുത്തില്ലെങ്കിൽ പിന്നെ റിവിഷൻ കിട്ടാൻ സാധിക്കാതെ വരും. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒന്ന് ബോറിംഗ് ആയിട്ട് തോന്നും, കുറേ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യിപ്പിക്കും. പക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഈ റിവൈസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു എക്സാമിൻ്റെ ഒരു 80% എന്നല്ല, ഒരു 90% തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ജസ്റ്റ് ഒന്ന് ചാപ്റ്റേഴ്സ് വായിച്ച് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് റിവിഷനിലേക്ക് കടക്കാം. എല്ലാ നോർമൽ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസോട് കൂടി, അതിനേക്കാളും ഇമ്പോർട്ടൻറ്റോട് കൂടി തന്നെ വേണം സൺഡേ ക്ലാസ്സും പഠിക്കാനായിട്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റ് അറിയാം. ഹാഫ് ഇയർലി എക്സാം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, നമുക്ക് ഹാഫ് ഇയർലി എക്സാംസിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്, ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരം ചൂസ് ചെയ്ത് എടുത്തെഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടായിരുന്നു, കൂടാതെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 ഫോർമാറ്റിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിവിഷനിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ ചാപ്റ്റർ നമ്പർ 13 വരെ റിവൈസ് ചെയ്തതാണ്. ഇനി നമ്മൾ ചാപ്റ്റർ 14 മുതൽ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഇന്ന് റിവൈസ് ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ ചാപ്റ്റർ 14 ലോകത്തിൻ്റെ വെളിച്ചമായ യേശു. ഇത് നമ്മൾ വിശുദ്ധ കുർബാനയുടെ തുടക്കത്തിൽ, വിശുദ്ധ കുർബാന എല്ലാവരും പള്ളിയിൽ കറക്റ്റ് സമയത്ത് പോവുകയാണെങ്കിൽ ഈ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. വെളിവ് നിറഞ്ഞൊരു ഈശോ എന്നുള്ളൊരു പാട്ട് എല്ലാവരും വിശുദ്ധ കുർബാന തുടങ്ങുന്ന സമയത്ത് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പാട്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഈ പാട്ടിൻ്റെ അർത്ഥം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്തൊക്കെയാണ് ഇതിൽ പ്രപഞ്ചത്തിൻ്റെ വെളിച്ചമാണ് യേശു എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ ആദ്യത്തെ വരികളുടെ അർത്ഥം എന്ന് പറയും. അതുപോലെ തന്നെ ഈ പാട്ടിൻ്റെ അർത്ഥം പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധിയോടുകൂടി സൽപ്രവർത്തികൾ ചെയ്യാൻ ഇടവരുത്തണമേ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹാബേലും കുഞ്ഞാടും നോഹയുടെ കാഴ്ചയും, ഹാബേലി യാഗമായി അർപ്പിച്ച കുഞ്ഞാടിനെയും നോഹ അണച്ച കാഴ്ചയൊക്കെ പോലെ തന്നെ ഞങ്ങളുടെ ബലിയും സ്വീകരിക്കണമേ എന്നുകൂടി ഇതിൽ അർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് വാങ്ങിപ്പോയ സകല വിശ്വാസികളെ ഓർക്കുകയും അവർക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പാട്ടിലൂടെ നമ്മൾ. ഇനി നമുക്ക് ചാപ്റ്റർ നമ്പർ 15 നോക്കാം. നമുക്ക് ഉണർവുള്ളവരായിരിക്കാം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതും നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ പാടുന്ന ഒരു പാട്ടിനെ കുറിച്ച്, ഒരു ആരാധനാ ഗീതം തന്നെയാണ്. യജമാനൻ വരുമെന്നേരത്ത് എന്ന് തുടങ്ങുന്ന പാട്ടാണിത്. ദൈവത്തിനു വേണ്ടി വേല ചെയ്യുന്ന വിശുദ്ധർക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ് ഈ പാട്ടിൽ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന വിശുദ്ധർക്ക് എന്തൊക്കെയാണ് ദൈവം രണ്ടാമത് വരുമ്പോൾ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കർത്താവ് അരകെട്ടി ഉപചരിച്ച് സൽക്കരിക്കും. കർത്താവ് അവരെ സൽക്കരിക്കും. പിതാവ് അവർക്ക് രാജകീയ വിരുന്ന് കൊടുക്കും. പുത്രൻ അവർക്ക് ശുശ്രൂഷ ചെയ്യും. പരിശുദ്ധ റൂഹ കിരീടങ്ങൾ ഉണ്ടാക്കി അവരുടെ തലയിൽ അണിയിക്കും. അപ്പം ഈ 3 പേര്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, എന്താണ് ചെയ്യുന്നത് വിശുദ്ധർക്ക്? കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന, അല്ലെങ്കിൽ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എന്തൊക്കെ ചെയ്യും, പരിശുദ്ധ തൃത്വം എന്തൊക്കെ ചെയ്യുമെന്നാണ് ഈ പാട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർക്ക്, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, അപ്പോൾ പിതാവ് അവർക്ക് രാജകീയ വിരുന്നൊരുക്കും, പുത്രൻ അവരെ ശുശ്രൂഷിക്കും, പരിശുദ്ധ റൂഹ കിരീടങ്ങൾ ഉണ്ടാക്കി അവരുടെ ശിരസിൽ അണിയിക്കും എന്നാണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെക്കണം. അപ്പോൾ ഈ ലോകത്ത് ദൈവകൽപ്പനകൾ അനുസരിച്ച് വിശ്വസ്തയോടെ ജീവിച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും നമ്മളിൽ സന്തുഷ്ടരായി നമ്മളെ അനുഗ്രഹിക്കും എന്നതാണ് ഈ പാട്ടിൻ്റെ സാരാംശം. ഇനി നമ്മൾ യൂണിറ്റ് 4 ചാപ്റ്റർ നമ്പർ 16 മുതൽ യൂണിറ്റ് 4 ആണ്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പള്ളികളെ കുറിച്ചിട്ടാണ്. പള്ളിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ചൊക്കെയാണ് ഇനിയുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മാമോദിസ തൊട്ടിയെ കുറിച്ചാണ്. നമ്മളിത് വളരെ ഡിസ്കസ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് ഈ ചാപ്റ്റർ എടുത്തപ്പോൾ. അപ്പോൾ മാമോദിസ, നമ്മളെല്ലാവരും മാമോദിസ മുങ്ങിയിട്ടുള്ളവരാണ്. വളരെ ചെറുപ്പത്തിൽ നമ്മൾ മാമോദിസ ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാമോദിസ തൊട്ടി എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികളെ മാമോദിസ മുക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൽത്തൊട്ടിയാണ് മാമോദിസ തൊട്ടി. ഇപ്പം ശിശു സ്നാനം ആദിമ സഭയിൽ
ശിശു സ്നാനം ആദിമ സഭയിൽ തന്നെ നിലനിന്നിരുന്ന ഒരു പാരമ്പര്യമാകയാൽ മാമോദീസ തൊട്ടി സഭാ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമായി തീർന്നു. ഇനി പുരാതന ദേവാലയങ്ങളിലെല്ലാം മാമോദീസ തൊട്ടി പള്ളിയോട് ചേർന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? പുരാതന കാലം മുതൽ തന്നെ ഈ മാമോദീസ, ശിശുക്കളെ മാമോദീസ മുക്കുന്നു, അതല്ലെങ്കിൽ ശിശു സ്നാനം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണത്. അപ്പൊ നമ്മൾ എങ്ങനെയുള്ളവരെയാണ് മാമോദീസ മുക്കുന്നത്, മാമോദീസയ്ക്ക് സഭ എങ്ങനെയുള്ളവരെയാണ് മാമോദീസ മുക്കുന്നത്, ജ്ഞാനസ്നാനം നൽകുന്നത് എന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായ മാതാപിതാക്കന്മാരിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശൈശവത്തിൽ തന്നെ മാമോദീസ നൽകും. പിന്നെ മറ്റു മതവിശ്വാസത്തിൽ നിന്ന് ഓർത്തഡോക്സ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആരെങ്കിലും ചേർന്ന് വന്നാൽ അവർക്ക് ആവശ്യമായ വിശ്വാസ പ്രബോധനം നൽകും. അവർക്ക് വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം അവർക്കും മാമോദീസ നൽകി സഭയിലേക്ക് പ്രവേശനം കൊടുക്കുന്നു. അപ്പൊ ശിശു സ്നാനത്തിനും മുതിർന്നവരുടെ സ്നാനത്തിനും മാമോദീസ തൊട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മുതിർന്നവർക്ക് മാമോദീസ നൽകുമ്പോൾ എങ്ങനെയാണ്? അവർ മാമോദീസ തൊട്ടിയുടെ മുമ്പിൽ തല കുനിച്ചു നിന്ന് അതിൽ കാർമികൻ വാഴ്ത്തിയ വെള്ളം അവരുടെ തലയിൽ തളിച്ചാണ് മാമോദീസ മുക്കുന്നത്. ശിശുക്കളാകുമ്പോൾ എടുത്ത് തലയിലേക്ക് വെള്ളം നമ്മൾ കഴിഞ്ഞ ആ ചാപ്റ്ററിൽ ഒരു മാമോദീസയുടെ ചടങ്ങുകൾ നമ്മൾ കണ്ടുകൊണ്ട് പഠിച്ചതാണ്. അപ്പോൾ ആ ചടങ്ങ് ആർക്കെങ്കിലും ഓർമ്മ കുറവുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നമ്പർ 16 ക്ലാസ് ഒന്ന് എടുത്ത് നോക്കണം. ഇനി യഹൂദന്മാർക്കിടയിൽ നിലനിന്നിരുന്നു എന്താണ്? മാനസാന്തര സ്നാനം എന്നൊരു ചടങ്ങ് നിലനിന്നിരുന്നു. അതായത് ഒഴുകുന്ന വെള്ളത്തിലോ ശുദ്ധമായ നിശ്ചല വെള്ളത്തിലോ നടത്തിയിരുന്നതാണ്. ഇതുപോലെ നമ്മൾ മാനസാന്തരം നടത്തിയിരുന്ന ഒരാളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, സ്നാപക യോഹന്നാൻ. അപ്പം യോഹന്നാൻ സ്നാപക യോഹന്നാൻ കർത്താവിന് യോർദാൻ നദിയിൽ വെച്ചാണ് മാമോദീസ നൽകിയത്. ഏത് നദിയിൽ വെച്ചാ മാമോദീസ നൽകിയത്? യോർദാൻ നദിയിൽ വെച്ച്. ഇനി പണ്ട് കാലത്ത് ഹൈക്ലയുടെ തെക്കു ഭാഗത്തായി ഒരു മുറി തന്നെ സ്ഥാപിച്ചിരുന്നു മാമോദീസ മുങ്ങുന്നതിനായിട്ട്. അതിന് അന്ന് പറഞ്ഞിരുന്നത് ബാപ്റ്റിസ്റ്ററി എന്നാണ്. അന്ന് പണ്ട് കാലത്ത് പല വിശ്വാസങ്ങളിൽ നിന്ന്, അന്യ മതത്തിൽ നിന്നെല്ലാം ഒരുപാട് ആളുകൾ ക്രിസ്തീയ മതം സ്വീകരിച്ചു വന്നിരുന്നു. അപ്പൊ അത് കൂടുതലും മുതിർന്നവരായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ജ്ഞാനസ്നാനം നൽകുന്നതിന് സൗകര്യമായിട്ടാണ് ഇങ്ങനെ മുറി അന്ന് ഉണ്ടാക്കിയിരുന്നത്. മാമോദീസയിലൂടെ ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? അവര് ദൈവമക്കളായി വീണ്ടും ജനിക്കുകയും യേശുക്രിസ്തുവിന്റെ സഹോദരനോ സഹോദരിയോ ആയി മാറുകയും ചെയ്യുന്നു. ഇനി മാമോദീസ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന മാമോദീസ തൊട്ടിയെ എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്? സഭാമാതാവിന്റെ ഗർഭപാത്രമായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. വൂംബ് ഓഫ് ചർച്ച് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നതാണ് ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ. സഭാമാതാവിന്റെ ഗർഭപാത്രമായിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നതിന് കാരണം നമ്മൾ ഇതിലൂടെ സഭയുടെ മക്കൾ, മാമോദീസയിലൂടെ സഭയുടെ മക്കളായി തീരുന്നു. അതുകൊണ്ട് തന്നെ മാമോദീസ തൊട്ടി എന്നത് സഭാമാതാവിന്റെ ഗർഭപാത്രമായിട്ട് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ മാമോദീസയിലൂടെ നമ്മൾ കർത്താവിന്റെ സഹോദരനും സഹോദരിയും ആയി തീരുന്നു. അതുകൊണ്ട് മാമോദീസ തൊട്ടിയെ കന്യകാമാതാവിന്റെ പ്രതീകമായും വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്, മാമോദീസയിലൂടെ നമ്മൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? മാമോദീസ വഴിയായി ഒരു വിശ്വാസി കർത്താവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളിയാകുന്നു. അപ്പൊ മാമോദീസ തൊട്ടി കർത്താവിന്റെ കബറിടത്തിന്റെ പ്രതീകമായും കണക്കാക്കുന്നു. അപ്പോൾ മൂന്നായിട്ടാണ് കണക്കാക്കുന്നത്. സഭാമാതാവിന്റെ ഗർഭപാത്രം കന്യകാമാതാവായിട്ട് കണക്കാക്കുന്നുണ്ട്. മൂന്നാമത് കർത്താവിന്റെ കബറിടമായിട്ട്. ഈ മൂന്ന് കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പൊ പുരാതന പള്ളികളിൽ മാമോദീസ തൊട്ടി ഉണ്ടായിരുന്നത് എന്തിന്റെ തെളിവാണ്? ആദിമകാലം മുതൽ ശിശു സ്നാനം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണത്. മാമോദീസ തൊട്ടിയെ സഭാമാതാവിന്റെ ഗർഭപാത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? മാമോദീസ വഴിയായി വീണ്ടും ജനനം ലഭിക്കുന്നത് കൊണ്ട് നമ്മൾ സഭാമാതാവിന്റെ ഗർഭപാത്രമായിട്ട് മാമോദീസ തൊട്ടിയെ കാണുന്നു. നമ്മൾ വീണ്ടും ജനിച്ച സഭയുടെ മക്കളായി മാറുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മാമോദീസ തൊട്ടിയെ സഭാമാതാവിന്റെ ഗർഭപാത്രം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി മാമോദീസ തൊട്ടി കന്യകാമാതാവിന്റെ പ്രതീകമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? മാമോദീസ വഴിയായി യേശുക്രിസ്തുവിന്റെ സഹോദരനോ സഹോദരിയോ ആയി തീരുന്നത് കൊണ്ട് മാമോദീസ തൊട്ടി കന്യകാമറിയത്തിന്റെ പ്രതീകമായും കാണുന്നു. ഇനി മാമോദീസ തൊട്ടി കർത്താവിന്റെ കബറിടത്തിന്റെ പ്രതീകമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മാമോദീസയിലൂടെ ഒരു വിശ്വാസി കർത്താവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളി ആകുന്നതുകൊണ്ട്.
ഇനി നമുക്ക് ചാപ്റ്റർ നമ്പർ 17 കടക്കാം. ചാപ്റ്റർ നമ്പർ 17 നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ധൂപക്കുറ്റി. നമ്മുടെ ആരാധനാക്രമങ്ങളിലെല്ലാം ധൂപക്കുറ്റി വീശുന്നത് കാണാറുണ്ട് അല്ലേ? ധൂപക്കുറ്റി ഉപയോഗിച്ചുള്ള പ്രാർത്ഥനകൾ കാണാറുണ്ട്, ധൂപക്കുറ്റി വീശിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ ധൂപക്കുറ്റിയെ കുറിച്ചാണ് നമ്മൾ ചാപ്റ്റർ നമ്പർ 17 പഠിക്കുന്നത്. അപ്പോൾ ധൂപക്കുറ്റിയുടെ വിവിധ ഭാഗങ്ങൾ, എന്തിൻ്റെയൊക്കെ പ്രതീകമാണ് അത് എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ധൂപക്കുറ്റിയിൽ 2 തട്ടുകളുണ്ട്. അവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ധൂപക്കുറ്റിയിൽ കരിയിടുന്നതിന് ഒരു തട്ടും ഒരു മുകൾ തട്ടും രണ്ടും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് 4 ചങ്ങലകളും ഒരു കൈപ്പിടിയുമാണുള്ളത്. 2 തട്ടുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് 2 തട്ടുകൾ? മുകൾ തട്ട് സ്വർഗത്തെയും കീഴ്ത്തട്ട് ഭൂമിയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി കരി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ധൂപക്കുറ്റിയിലെ കരി പാപം നിറഞ്ഞ മനുഷ്യവർഗത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ തീ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ധൂപക്കുറ്റിയിലെ തീയിൽ കുന്തിരിക്കമിടുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ സുഗന്ധപൂരിതമായൊരു പുക മുകളിലേക്ക് വരും. കീഴ്ത്തട്ടായ ഭൂമിയിൽ നിന്ന് ഈ സുഗന്ധം ഉയർന്നു പോകുന്നത് മുകൾ തട്ടിലേക്കാണ്. മുകൾ തട്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്വർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പാപികളായ മനുഷ്യർ മാനസാന്തരം പ്രാപിച്ച് നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ ആവസിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ജീവിതവും പ്രാർത്ഥനയുമാണ് സുഗന്ധ ധൂപമായി സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ധൂപക്കുറ്റിയിലെ തീയിൽ കുന്തിരിക്ക നമ്മൾ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ സുഗന്ധത്തിന്റെ പുക, ഒരു സുഗന്ധപൂരിതമായൊരു പുക ഉയരും. അതെന്താണ്? ഭൂമിയിൽ നിന്ന് സുഗന്ധപൂരിതമായൊരു പുക സ്വർഗത്തിലേക്ക് പോകുന്നു. അതായത് ഭൂമിയിൽ നന്മ ചെയ്യുന്ന മനുഷ്യരുടെ പ്രാർത്ഥനകളും അവരുടെ സൽപ്രവർത്തികളും മുകളിലേക്ക്, സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ധൂപക്കുറ്റിയിൽ എത്ര ചങ്ങലകളാണുള്ളത്? 4 ചങ്ങലകൾ. ഈ 4 ചങ്ങലകളുടെ അർത്ഥം എന്താണ്? 4 ചങ്ങലകൾ ഭൂമിയുടെ 4 ദിശകളെ സൂചിപ്പിക്കുന്നു. ഇനി വിശുദ്ധ തൃത്വത്തെയും സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ ചങ്ങല പിതാവായ ദൈവത്തെയും, 2-3 ചങ്ങലകൾ ദൈവത്വവും മനുഷ്യത്വവും ചേർന്ന പുത്രനായ ദൈവത്തെയും, 4-മത്തേത് പരിശുദ്ധാത്മാവായ ദൈവത്തെയും സൂചിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ചങ്ങലയിലെ മണികൾ ശ്രദ്ധിച്ചില്ലേ? ഈ മണികൾ ശബ്ദം കേൾപ്പിക്കുവാൻ മാത്രമല്ല, ചങ്ങലയിലെ 12 മണികൾ 12 സ്ലീഹന്മാരെയും സഭയിൽ മുഴങ്ങുന്ന അവരുടെ ഉപദേശങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ചങ്ങലകളിലും 72 കണ്ണികൾ വീതമുണ്ട്. ഇത് 72 അറിയിപ്പുകാരെ സൂചിപ്പിക്കുന്നു. ഇനി പുരാതന കാലം മുതൽ തന്നെ ധൂപക്കുറ്റി നിലവിലുണ്ടായിരുന്നു. യഹൂദ ആരാധനയിൽ ധൂപാർപ്പണത്തിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് പ്രാർത്ഥനയോട് ചേർന്ന് ധൂപം അർപ്പിച്ചതായിട്ട്. യെരുശലേം ദേവാലയത്തിലും സുഗന്ധ വസ്തുക്കൾ കൊണ്ട് ധൂപം അർപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. യൂണിറ്റ് 5 ആരംഭിക്കുകയാണ്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കൂദാശകളെ കുറിച്ചൊക്കെ നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ നമ്മുടെ സഭയിലെ വിശുദ്ധ കുർബാന ആണ്. അപ്പോൾ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പഠനമാണ് ചാപ്റ്റർ നമ്പർ 18 എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാക്രമങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്താണ്? വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന എന്നതൊരു സുറിയാനി വാക്കാണെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. കറേബ് എന്ന് പറഞ്ഞാൽ ബലി അർപ്പിക്കുക, കാറേബ് അല്ലെങ്കിൽ ബലി അർപ്പിക്കുക എന്നും, കുറോബോ എന്ന് പറഞ്ഞാൽ ബലി അഥവാ കാഴ്ച എന്നും, ഇങ്ങനെയുള്ള പദങ്ങളിൽ നിന്നാണ് ഈ കുർബാന എന്ന് പറഞ്ഞ പദം ഉണ്ടായത്. എബ്രായ ഭാഷയിൽ കൊർബാൻ എന്നൊരു പദമുണ്ട്. അപ്പോൾ ഈ കൊർബാൻ എന്ന പദത്തിന്റെ അർത്ഥം കാഴ്ച എന്നാണ്. അപ്പോൾ പണ്ട് കാലത്ത് കർത്താവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ കാർഷിക വിഭവങ്ങളും മൃഗസമ്പത്തും, അപ്പോൾ സ്വന്തം മക്കളെ പോലും കാഴ്ചയായിട്ട് സമർപ്പിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്വന്തം മക്കളെ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള അബ്രാഹാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ കർത്താവിന് ദൈവത്തിന് ബലിയർപ്പിക്കുക എന്നുള്ളത് പണ്ട് കാലത്ത് എല്ലാവരും തുടർന്നു പോകുന്ന ഒരു സംഗതിയാണ്. ഇനി വിശുദ്ധ കുർബാനയുടെ കുറച്ച് പദങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് ഇംഗ്ലീഷിൽ ചില വാക്കുകൾ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് വാക്ക് ലിറ്റർജി എന്നാണ്. ഹോളി ലിറ്റർജി, ദ ഹോളി ലിറ്റർജി എന്ന് നമ്മൾ വിശുദ്ധ കുർബാനയെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ദ യുക്കാരിസ്റ്റ് എന്നൊരു പദം കൂടിയുണ്ട്. യവുക്കാരിസ്തിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ദ യുക്കാരിസ്റ്റ് വന്നത്. ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് യുക്കാരിസ്റ്റ് വന്നത്? യവുക്കാരിസ്തിയ. അപ്പോൾ ദ ഹോളി ലിറ്റർജി എന്നാൽ, ലിറ്റർജി എന്ന് പറഞ്ഞാൽ ആരാധന എന്നാണ് അർത്ഥം. അപ്പോൾ ദ ഹോളി ലിറ്റർജി എന്ന് വിശുദ്ധ കുർബാനയെ വിളിക്കുന്നുണ്ട്. ദ യുക്കാരിസ്റ്റ്, അതായത് എവുക്കാരിസ്തിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന്. എവുക്കാരിസ്തിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം സ്തോത്രം എന്നാണ്.
അപ്പോൾ ഈ 2 ഇംഗ്ലീഷ് വാക്കുകളാണ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഈ 2 ഇംഗ്ലീഷ് വാക്കുകളാണ് ഉള്ളത്. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യമെല്ലാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഇതിന് വേണ്ടത്ര ഒരുക്കമില്ലാതെ ആരെങ്കിലും കർത്താവിൻ്റെ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവർ, അങ്ങനെ ആരെങ്കിലും അയോഗ്യരായി അത് ചെയ്യുകയാണെങ്കിൽ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും എന്ന് പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 11-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു. അപ്പോൾ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 11-ാം അധ്യായം 27-ാം വാക്യം പറയുന്നത് വലിയൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഒരുങ്ങേണ്ടത് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നവർ ശനിയാഴ്ച വൈകിട്ട് മുതൽ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണമെന്നെല്ലാം ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സന്ധ്യാ നമസ്കാരം കഴിവതും പള്ളിയിൽ തന്നെ നടത്താനായിട്ട് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ നിങ്ങളുടെ ശ്രദ്ധയെല്ലാം പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടതിനെ സംബന്ധിച്ചായിരിക്കും. നമ്മുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രഷായി കുളിച്ചൊരുങ്ങി ഉപവാസത്തോടെ വേണം പള്ളിയിലേക്ക് പോകാൻ. ബെഡ് കോഫി പോലും ഞായറാഴ്ച കുടിക്കാൻ പാടില്ല കുർബാനയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ്. വിശുദ്ധ കുർബാന കഴിഞ്ഞ് മാത്രമേ ഞായറാഴ്ച വെള്ളം കുടിക്കാൻ പോലും അനുവാദമുള്ളൂ. അതാണ് ഭക്ഷണ ക്രമീകരണം. അടുത്തത് വസ്ത്രങ്ങളുടെ കാര്യത്തിലുള്ള ശ്രദ്ധ. നമുക്കറിയാം, ദേവാലയത്തിൽ പോകുമ്പോൾ നാം നമ്മുടെ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അലക്കി വൃത്തിയാക്കി പുതുമയുള്ള വസ്ത്രങ്ങൾ, നമ്മൾ ദൈവത്തെ കാണാൻ, ദൈവത്തിന് ബലി അർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അലക്കി തേച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വേണം പള്ളിയിൽ. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനായി, അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചു, കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നതിനായി വിശുദ്ധ കുംഭസാരം നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. വിശുദ്ധ കുംഭസാരം നമ്മൾ നടത്തുന്നുണ്ട്. ആണ്ടിലൊരിക്കലെങ്കിലും വിശുദ്ധ കുംഭസാരം നടത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കുട്ടികൾ 12 വയസ്സ് മുതലാണ് വിശുദ്ധ കുംഭസാരം നടത്തേണ്ടത്. അതിന് താഴെയുള്ളവർ എന്താണ്, ഹൂസോയോ പ്രാപിക്കണം, ഹൂസോയോ പ്രാർത്ഥന സ്വീകരിക്കണം. 19 അങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 20 വേദപുസ്തകത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിതിൽ പഠിച്ചു, ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ബൈബിൾ എന്താണ്? ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം മനുഷ്യന് നൽകിയ വചനങ്ങളാണ് ഇതിൻ്റെ പ്രധാന ഉള്ളടക്കം. അപ്പോൾ ബൈബിളിനെ 2ആയിട്ട് തരംതിരിക്കാം. പഴയ നിയമം, പുതിയ നിയമം നമ്മൾ പഠിച്ചതാണ്. 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. യഹൂദരെ വിശുദ്ധ ഗ്രന്ഥമായി ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളാണ് പഴയ നിയമത്തിൽ ഉൾപ്പെടുത്തി. ഇതിനു മുമ്പ് എബ്രായ ഭാഷയിലാണ് ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത്. മോശയുടെ പുസ്തകങ്ങളുണ്ട്, പ്രവാചകന്മാരുടെ പുസ്തകങ്ങളുണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്. അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ കാനൂൺ നിയമം അനുസരിച്ച് 46 പുസ്തകങ്ങളാണ് പഴയ നിയമത്തിലുള്ളത്. ഓർത്തഡോക്സ് കാനൂൺ അനുസരിച്ച് എത്ര പുസ്തകങ്ങളാണ് പഴയ നിയമത്തിലുള്ളത്? 46 പുസ്തകം. ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിക്കുന്ന വിശുദ്ധ വേദ പുസ്തകത്തിൽ 39 പുസ്തകങ്ങളെ ഉള്ളൂ പഴയ നിയമത്തിൽ. പുതിയ നിയമം എന്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഗ്രീക്ക് ഭാഷയിലാണ്. പഴയ നിയമം എന്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്? എബ്രായ ഭാഷയിൽ. അപ്പോൾ ഈ പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ് പറഞ്ഞു. ഇതിൽ 27 പുസ്തകങ്ങളാണ് ഉള്ളത്. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ്ലീഹ. അപ്പോൾ ഇതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ചാപ്റ്റർ നമ്പർ 21 കർത്താവിൻ്റെ ക്രൂശ് എൻ്റെ പ്രശംസ എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ കുരിശ് എൻ്റെ പ്രശംസയാണ്, എൻ്റെ അഭിമാനമാണ് എന്നാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ക്രൂശിന് സുറിയാനി ഭാഷയിൽ സ്ലീബ എന്ന് പറയും. നമ്മുടെ ആരാധനയിൽ സ്ലീബ എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കാറുണ്ട് അല്ലേ? ആ വാക്ക് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യാറ്? സ്ലീബ എന്ന വാക്ക് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ കുരിശ് വരയ്ക്കാറുണ്ട്. ഇപ്പോൾ ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിൻ്റെ സമയത്തും കുറ്റവാളികളെ തൂക്കിക്കൊല്ലുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവായിട്ടാണ് കുരിശിനെ കണ്ടിരുന്നത്. അപ്പോൾ അതൊരു വെറുക്കപ്പെട്ടൊരു വസ്തുവായിരുന്നു. പക്ഷെ ക്രിസ്തുവിൻ്റെ മരണശേഷം, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം, ക്രിസ്തു മരണത്തെ ജയിച്ച് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവർക്കെല്ലാം ഒരു അഭിമാനത്തിൻ്റെ അടയാളമായി മാറി. എന്ത്? കുരിശ്. അവരുടെ രക്ഷയുടെ അടയാളമായി കുരിശ് അല്ലെങ്കിൽ സ്ലീബ മാറി. അപ്പം സ്ലീബ വിജയത്തിൻ്റെ
അടയാളമായി മാറി. വിജയത്തിന്റെയും രക്ഷയുടെയും അടയാളമായി സ്ലീബ മാറി. ഇപ്പൊ കുരിശു പള്ളിയുടെ മുകളിലും ത്രോണോസിലും കുരിശിൻ തൊട്ടികളിലും കുരിശ് നമ്മൾ ആഭരണമായിട്ട് ധരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കുരിശ് കാണാറുണ്ട്. വിവാഹ സമയത്ത് മണവാളന്റെ മണവാട്ടിയുടെയും തലയിൽ ആഘോഷിക്കുന്നത് കുരിശാണ്. സ്ലീബ ആഘോഷം നടത്താറുണ്ട്. പ്രധാന പെരുന്നാളുകളിലെല്ലാം സ്ലീബ ആഘോഷിക്കുന്നത് കാണാറുണ്ട്. അപ്പം സ്ലീബ എവിടെ കണ്ടാലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കുരിശ് വരയ്ക്കുക. അപ്പം നമ്മുടെ തിരുമേനിമാര് സ്ലീബ കയ്യിൽ കരുതാറുണ്ട് അല്ലെ, കുരിശ് കയ്യിൽ പിടിക്കാറുണ്ട് സ്ലീബ. അത് നമ്മൾ പഠിച്ചു, ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിച്ചതാണ്. അതുപോലെ തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വനാമം കേൾക്കുമ്പോഴും നമ്മൾ കുരിശ് വരയ്ക്കണം. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ കുരിശ് വരയ്ക്കുന്നത്? സ്ലീബായെ കാണുമ്പോൾ, അതായത് കുരിശ് കാണുമ്പോൾ പള്ളികളുടെ മുമ്പിൽ എവിടെ കുരിശ് കണ്ടാലും നമ്മൾ കുരിശ് വരയ്ക്കണം. കൂടാതെ തൃത്വത്തിന്റെ നാമം, പരിശുദ്ധ തൃത്വനാമം കേൾക്കുമ്പോഴും നമ്മൾ കുരിശ് വരയ്ക്കണം. അപ്പോൾ ഇത്രയുമാണ് കർത്താവിന്റെ ക്രൂശ് എൻ്റെ പ്രശംസ എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി യൂണിറ്റ് നമ്പർ 7 ആണ് മഹത് വ്യക്തി പരിചയം. ഇതിൽ ചില വ്യക്തിത്വങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്, ചില ആളുകളെ കുറിച്ച്. അപ്പോൾ ചാപ്റ്റർ നമ്പർ 22, പാഠം 22 വിശുദ്ധ യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വലിയ മന്ത്രിമാരൊക്കെ വരുമ്പോൾ പൈലറ്റ് വാഹനങ്ങൾ പോകുന്നു വഴിയൊരുക്കാനായിട്ടെന്നൊക്കെ നമ്മൾ ഇതിൽ എക്സാമ്പിൾ സഹിതം. അതുപോലെ കർത്താവിൻ്റെ വരവിന് മുമ്പ് വഴിയൊരുക്കി ആളുകളെ മാനസാന്തരപ്പെടുത്തി ജ്ഞാനസ്നാനം നൽകിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു സ്നാപക യോഹന്നാൻ. അതിനുവേണ്ടി ജനിച്ച ആളാണ്, കർത്താവിന് വഴി ഒരുക്കുന്നതിന് ജനിച്ച ആളാണ്. യോഹന്നാന്റെ മാതാപിതാക്കളായ എലീശുബായും സക്കറിയയും ദൈവഭക്തരായിരുന്നു. അപ്പൊ യോഹന്നാൻ മംദാനയുടെ അല്ലെങ്കിൽ വിശുദ്ധ യോഹന്നാന്റെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? എലീശുബായും സക്കറിയായുമായിരുന്നു. അപ്പോൾ വളരെ പ്രായം ചെന്നവരായിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, അവർ പ്രാർത്ഥനാശീലമുള്ളവരായിരുന്നു. പിതാവ് സക്കറിയ ഒരു പുരോഹിതൻ കൂടിയായിരുന്നു. പിതാവ് സക്കറിയ അദ്ദേഹം ഒരിക്കൽ ദേവാലയത്തിൽ ധൂപം വീശി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു മകനെ ലഭിക്കുമെന്നുള്ള അറിയിപ്പ് നൽകി. അതിനുശേഷമാണ് എലീശുബ ഗർഭം ധരിച്ച് മകനെ പ്രസവിച്ചത് ആയിരുന്നു. അപ്പോൾ മരുഭൂമിയിൽ ഏകാന്തവാസിയായിട്ടാണ് യോഹന്നാൻ വളർന്നത്. ലളിതമായ ഭക്ഷണം, പരിക്കൻ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. ആ കാലത്ത് മനുഷ്യരുടെ എല്ലാം ദുഷ്ടതകൾക്കെതിരെ യോഹന്നാൻ ശക്തിയോട് പ്രസംഗിച്ചു, വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, അതെല്ലാം തുറന്നു പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ വരവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ആളുകളോട് നിങ്ങൾ മാനസാന്തരപ്പെടുവിനെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ ഒരാളാണ് സ്നാപക യോഹന്നാൻ. ആര് തെറ്റ് ചെയ്താലും വിശുദ്ധ സ്നാപക യോഹന്നാൻ അതിനെ ചോദ്യം ചെയ്യുമായിരുന്നു. അക്കാലത്താണ് യഹൂദിയിലെ രാജാവായ ഹെരോദാവ് തൻ്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്തത്. രാജാവിനും ഇതിനെ വിശുദ്ധ സ്നാപക യോഹന്നാൻ നല്ല രീതിയിൽ എതിർത്തു. ഇത് ശരിയല്ല, ഇതൊരു വലിയ തിന്മയാണെന്ന് ചൂണ്ടിക്കാട്ടി. ഇത് രാജാവിനും ഭാര്യ ഹെരോദയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വിശുദ്ധ യോഹന്നാനെ തടവിലാക്കി. ആ സമയത്താണ് ഹെരോദാവിന്റെ ജന്മദിനാഘോഷങ്ങൾ നടത്തപ്പെട്ടത്. അന്ന് ഹെരോദിയായുടെ മകൾ ശലോമി ഒരു നൃത്തം ചെയ്തു. അത് വളരെ ഇഷ്ടപ്പെട്ട രാജാവ് എന്തു ചോദിച്ചാലും നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞു. അവൾ അമ്മയോട് അഭിപ്രായം ചോദിച്ചു. വിശുദ്ധ സ്നാപക യോഹന്നാനോട് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു ശലോമിയുടെ അമ്മയ്ക്ക്, ഹെരോദിയയുടെ ആലോചന കേട്ട മകൾ യോഹന്നാൻ സ്നാപകന്റെ തല ഛേദിച്ച് തല വെട്ടി ഒരു പാത്രത്തിൽ വെച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. രാജാവ് കുറച്ച് വിഷമത്തോടെ ആണെങ്കിലും വാക്ക് കൊടുത്തത് പാലിക്കണമല്ലോ എന്നോർത്ത് അത് ചെയ്യാനായിട്ട് ഉത്തരവിട്ടു. യോഹന്നാന്റെ ശിരസ് ഛേദിച്ച് താലത്തിൽ വെച്ച് ശലോമിക്ക് നൽകി. ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും വിശുദ്ധന്റെ ആത്മാവ് അപ്പോൾ തന്നെ പറുദീസയിലെ സന്തോഷത്തിൽ എത്തിച്ചേർന്നു. ഹെരോദാവിനും കുടുംബത്തിനും ഒട്ടേറെ പ്രയാസങ്ങൾ പിൽക്കാലത്ത് ഉണ്ടായി. അവരുടെ അന്ത്യവും വളരെ ദാരുണമാണെന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ മുന്നോടിയായി സ്നാപക യോഹന്നാൻ സഭയിലെ ഒരു വലിയ വിശുദ്ധനായി അംഗീകരിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ നാമത്തിൽ നമ്മുടെ സഭയിൽ ഒരുപാട് പള്ളികളുമുണ്ട്. ഇനി ചാപ്റ്റർ നമ്പർ 23. ഇപ്പൊ നമ്മുടെ സഭയിലെ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് അല്ലെങ്കിൽ പാമ്പാടി തിരുമേനിയെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മുടെ സഭയിൽ പ്രഖ്യാപിത പരിശുദ്ധന്മാർ 2 പേരാണ്. 2 പേരെയാണ് പരിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് അറിയാമോ? പരിശുദ്ധ പരുമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും പിന്നെ വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് തിരുമേനിയുമാണ് പ്രഖ്യാപിത പരിശുദ്ധന്മാർ സഭയിൽ. പക്ഷെ സഭയിൽ ഒരുപാട് വിശുദ്ധന്മാരായ പിതാക്കന്മാർ, തിരുമേനിമാരുണ്ട്. അപ്പം അവരിൽ ഒന്നാണ് കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് അല്ലെങ്കിൽ പാമ്പാടി തിരുമേനി. ഇവരുടെ ജനനവും ബാല്യകാലവും നമ്മൾ പഠിച്ചു. 1885 ഏപ്രിൽ 5-ാം തീയതി കോട്ടയം പാമ്പാടിയിലാണ് കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്നൊരു ഗ്രാമത്തിലാണ് തിരുമേനി ജനിച്ചത്. അദ്ദേഹത്തിന് 3 സഹോദരന്മാരും 5 സഹോദരിമാരും ഉണ്ടായിരുന്നു. കുറിയാക്കോസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ
പേര്. മക്കൾ രാമൻ പിള്ള എന്ന മഠത്തിലാശാന്റെ കീഴിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തി ജീവിതം കണ്ടിട്ട് 14-ാമത്തെ വയസ്സിൽ ഷെമ്മാശപ്പട്ടം, 21-ാം വയസ്സിൽ കശീഷ പട്ടവും നൽകി. പിന്നീട് പ്രാർത്ഥനാ ജീവിതമാണ് ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ പ്രാർത്ഥന എപ്പോഴും നമ്മളെ ശുദ്ധീകരിക്കുകയും നമ്മളെ ശക്തിയുള്ളവരാക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനോടകം തന്നെ ആശ്രമത്തിലായിരുന്ന അദ്ദേഹം റംബാൻ സ്ഥാനം സ്വീകരിച്ചിരുന്നു. ഇനി ഗുരുശ്രേഷ്ഠനായ മഠത്തിലാശാൻ പൊത്തമ്പുറം കുന്നിൽ 12 ഏക്കർ സ്ഥലം കുര്യാക്കോസ് റമ്പാച്ചന് നൽകി. അദ്ദേഹത്തിൻ്റെ ഗുരുശ്രേഷ്ഠനായിരുന്ന മഠത്തിലാശാൻ നൽകിയതാണ് 12 ഏക്കർ സ്ഥലം. അന്നത്തെ രമ്പാച്ചനായിരുന്ന കുര്യാക്കോസ് റമ്പാച്ചന് നൽകി. അന്ന് പാമ്പാടിയിലെ പൊത്തൻപുറം കുന്ന് തികച്ചും കാട്ടുപ്രദേശമായിരുന്നു, ഒരു കാടായിരുന്നു അത്. അപ്പം ചരിത്രത്തിലേക്ക് കാണുന്ന മഹർഷിമാരെ പോലെ, അപ്പോൾ പണ്ടൊക്കെ കാണുന്ന മഹർഷിമാരെ പോലെ ഈ കുന്നിൻ്റെ മുകളിൽ ഒരു ചെറിയ കുടിൽ കെട്ടി അദ്ദേഹം അവിടെ താമസിച്ചു. പ്രാർത്ഥനയിലും നോമ്പിലും ഉപവാസത്തിലും ഒഴുകി അദ്ദേഹം ഒരു വലിയ ആത്മീയ ശക്തി ഉണ്ടാക്കിയെടുത്തു പാമ്പാടി തിരുമേനി. അപ്പോൾ മെത്രാച്ചനാകണമെന്ന് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറി. ഒടുവിൽ തൻ്റെ ഗുരുവായ വട്ടശ്ശേരിൽ തിരുമേനിയുടെ നിർബന്ധം മൂലം 1929 മെത്രാൻ പട്ടം സ്വീകരിച്ചു. പൊത്തൻപുറത്ത് പള്ളിയും ആശ്രമ കെട്ടിടവും ഉണ്ടാക്കി. അതിൽ താബോർ ഗിരി എന്ന് പേരിടുകയും ചെയ്തു. ആ കാലത്ത് ഒരു മാരക രോഗം, പ്ലേഗ് എന്നറിയപ്പെടുന്ന ഒരു മാരക രോഗം ഉണ്ടായി. ആ മാരക രോഗം വന്ന കുന്നംകുളം പ്രദേശത്തേക്ക് അദ്ദേഹം പോയി. മാരക രോഗം വന്ന പ്രദേശമാണ് കുന്നംകുളം. അവിടേക്ക് അധികം ആരും പോകില്ലായിരുന്നു. പക്ഷേ പാമ്പാടി തിരുമേനി അവിടേക്ക് പോയി. രോഗികളുടെ എല്ലാ ഭവനങ്ങളിലും കയറി ഇറങ്ങി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും സൗഖ്യം കിട്ടി. അപ്പോൾ തിരുമേനിയുടെ അന്ത്യത്തെക്കുറിച്ചാണ് അടുത്തതുള്ളത്. അപ്പോൾ പാമ്പാടി തിരുമേനിയുടെ അന്ത്യം വളരെ അത്ഭുതകരമായിരുന്നു. 1965 ഏപ്രിൽ 5-ാം തീയതി 80 വയസ്സ് പൂർത്തിയായ ജന്മനാളിൽ തന്നെ വെളുപ്പിന് 2:30 തിരുമേനി കാലം ചെയ്തു. അപ്പോൾ മരണം സംഭവിച്ച ഉടനെ തിരുമേനി എപ്പോഴും ഉപയോഗിച്ചിരുന്ന തൻ്റെ അദ്ദേഹത്തിൻ്റെ വാച്ച് നിന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നിന്നുപോയതായിട്ട് സമയം 2:35 എന്നുള്ള സമയം ഇപ്പോഴും നമുക്ക് വാച്ചിൽ കാണാനായിട്ട് പറ്റും. പൊത്തമ്പുറം കുന്നിലുള്ള ദയാറ പള്ളിയിൽ തിരുമേനിയുടെ ഭൗതിക ശരീരം ഖബറടക്കി. നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് വിനയമാണ്. ചാപ്റ്റർ നമ്പർ 24 പറയുന്ന വിനയം മഹത്വത്തിലേക്കുള്ള പാതയാണ്. വിനയത്തെക്കുറിച്ചാണ്. വിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? വിനയമുള്ളവരായിരിക്കണം, ഹംബിൾനെസ് അല്ലേ, ഹംബിളായിട്ട് ഇരിക്കണം എന്നെല്ലാവരും പറയാറുണ്ട്. അപ്പോൾ വേദപുസ്തകത്തിൽ ഏറ്റവും സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാണെന്ന് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാ. ആരാണ്? പ്രവാചകനായ മോശയായിരുന്നു ഏറ്റവും സൗമ്യനായിട്ടുള്ള വ്യക്തി. ദൈവവിശ്വാസമുള്ളവർ എപ്പോഴും വിനയമുള്ളവരായിരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? പ്രപഞ്ചത്തിന്റെ ശക്തിയെക്കുറിച്ച് അവർക്കൊരു ബോധമുണ്ട്. വിനയമുള്ളവർക്ക് ഉയർച്ചയുണ്ട്. കാരണം എല്ലാവർക്കും അവരെ സഹായിക്കാൻ തോന്നും. അപ്പോൾ വിനയം ഹൃദയത്തിന് പരിശുദ്ധി ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ പക്വമായി ചിന്തിക്കുന്നതിനും കാര്യങ്ങൾ വിലയിരുത്തുന്നതിനും സഹായിക്കുന്നത് വിനയമാണ്. അപ്പോൾ ദൈവകാരുണ്യത്തിനായി എപ്പോഴും നമുക്ക് വിനയം ആവശ്യമാണ്. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ അടുത്ത ഒരു വലിയ ക്വാളിറ്റിയെക്കുറിച്ച്, ഒരു ഗുണത്തെക്കുറിച്ചാണ്. സത്യം വിലയേറിയ നിധി. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ സത്യം അത്ര വിലയേറിയ ഒരു ഗുണമാണ്. സത്യം നമ്മുടെ ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമുള്ളൊരു ഗുണമാണ് സത്യം എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നത് സത്യപൂർവമായ, അല്ലെങ്കിൽ സത്യത്തിന് നിരക്കുന്ന, സത്യത്തിൽ മാത്രം നമ്മൾ ജീവിക്കുന്നതിനാണ് ദൈവം എപ്പോഴും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മൾ പലപ്പോഴും താൽക്കാലിക ലാഭത്തിനായി സത്യസന്ധത ഉപേക്ഷിക്കാറുണ്ട്. ചെറിയ ചെറിയ ലാഭങ്ങൾക്കായി കൂട്ടുകാരോട്, ടീച്ചർമാരോട്, മാതാപിതാക്കളോടൊക്കെ നമ്മൾ നുണ പറയാറുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല എന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ സത്യസന്ധരാണെങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ എന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. ചില കഷ്ടനഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും സത്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല. അപ്പോൾ സത്യസന്ധത അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈ ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് ശാശ്വതമായ വിജയം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതാണ്. അപ്പോൾ നമ്മുടെ
25 ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ 14ാമത്തെ ചാപ്റ്റർ മുതൽ 25th ചാപ്റ്റർ വരെ റിവൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു അല്ലേ. എല്ലാ ചാപ്റ്റേഴ്സും ഓരോന്ന് കണ്ടിന്യൂസ്ലി എടുത്തപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പോയി നമ്മുടെ ക്ലാസ്സുകളിൽ കാണുക. പരീക്ഷയ്ക്ക് നന്നായി ഒരുങ്ങുക. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റ് ടീച്ചർ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു തന്നു. അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ്, ചാപ്റ്ററിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, നമ്മൾ ചാപ്റ്റർ എടുത്തപ്പോൾ അടയാളപ്പെടുത്തി തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ നമുക്കറിയാം, നേരിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് എഫേർട്ട് എടുക്കണം ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. പക്ഷെ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അത് കറക്റ്റായിട്ട് പഠിക്കുകയും ഹോംവർക്കൊക്കെ തരുന്നത് ചെയ്യുകയൊക്കെ ചെയ്ത് എല്ലാവർക്കും ഞാൻ വലിയൊരു കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. ഇത്രയും ദിവസം ഈ ഞായറാഴ്ച ക്ലാസ്സിൽ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം എക്സാം എല്ലാവരും നന്നായിട്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ എടുത്ത ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനോട്, നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് ഡൗട്ട്സ് ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.